കൊച്ചിയിൽ അനധികൃതമായി ജോലി ചെയ്തിരുന്ന 27 ബംഗ്ലാദേശികൾ പിടിയിൽ. ആലുവ റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പലർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡുകളുണ്ട്. ഇതുവരെ വിവിധ ഘട്ടങ്ങളിലായി എറണാകുളത്ത് നിന്ന് 34 പേരെ പിടികൂടി. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ആലുവ റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ 27 ബംഗ്ലാദേശ് സ്വദേശികൾ പിടിയിലാവുകയായിരുന്നു. പറവൂർ ജാറപ്പടി ഭാഗത്ത് സെയ്ദ് മുഹമ്മദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂട്ടമായി പാർപ്പിച്ചിരുന്നിടത്തെത്തി പോലീസ് രേഖകൾ പരിശോധിച്ച് ബംഗ്ലാദേശ് സ്വദേശികളെ കണ്ടെത്തുകയായിരുന്നു. ഹർഷാദ് ഹുസൈൻ എന്നയാളാണ് ഇവരെ കേരളത്തിലെത്തിച്ചത്. 3 മാസം മുതൽ 1 വർഷം മുമ്പ് വരെ കേരളത്തിലെത്തിയവരും കൂട്ടത്തിലുണ്ട്. വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ തിരിച്ചറിയൽ രേഖകളും പലരുടെയും കൈവശമുണ്ട്. ഇവർക്ക് വ്യാജരേഖകൾ സംഘടിപ്പിച്ചു കൊടുത്തവരെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു. ആധാർ ആക്ച്വലി ഫേക്ക് ആധാറാണ്, ഫോട്ടോഷോപ്ഡ് ആണ്. അത് അവർക്ക് കുറച്ച് ഏജന്റുമാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാൾ. അത് നമ്മൾ വിശദമായി അന്വേഷിക്കും. പിടിയിലായവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്ന് തിരിച്ചയക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിക്കും. എറണാകുളം ജില്ലയിൽ 1.5 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരിൽ ബംഗ്ലാദേശ് സ്വദേശികളുണ്ടോ എന്നറിയാൻ വരും ദിവസങ്ങളിലും ജില്ലയിൽ പരിശോധന കർശനമാക്കും. കൈരളി ന്യൂസ്, കൊച്ചി.